ഞങ്ങൾ റിയയുടെ കാറിന് നേരെ നടന്നു. അവൾ ഒരു 50 രൂപ നോട്ടെടുത്ത് ഡ്രൈവറുടെ നേരെ നീട്ടി. "ഡ്രൈവർ ഭയ്യ, പോയി കുറച്ച് പാർലേജി ബിസ്ക്കറ്റ് വാങ്ങി വരാമോ പ്ലീസ്?" ഡ്രൈവർ തെല്ലൊന്ന് അമ്പരന്നതുപോലെ തോന്നി. "മാഡം, പോകുന്ന വഴി വാങ്ങിച്ചാൽ പോരെ?" "അത് വേണ്ട, ഇപ്പോൾ പോയി വാങ്ങണം. കാറിൻ്റെ താക്കോൽ അതിൽ തന്നെ വെച്ചോളൂ, ഞാൻ അകത്തു കയറിയിരിക്കാം." ആകെ ആശയക്കുഴപ്പത്തിലായ ഡ്രൈവർ താക്കോൽ റിയയെ ഏൽപ്പിച്ച് നടന്നകന്നു. ഞാനും റിയയും അവളുടെ BMW കാറിൻ്റെ പിൻ സീറ്റിലിരുന്നു. കൈവയ്ക്കാനുള്ള തടിയൻ ആംറെസ്റ്റ് ഞങ്ങളെ വേർതിരിച്ചു. റിയ വായിക്കാനുള്ള ലൈറ്റ് തെളിച്ചു. എന്നിട്ട് കാലുകൾ ഷൂസിൽ നിന്നൂരി. പിന്നെ ഒരു വശത്തേക്ക് തിരിഞ്ഞ് കാറിൻ്റെ വാതിലിന്മേൽ ചാരി എൻ്റെ നേരെ തിരിഞ്ഞിരുന്നു. അവൾ 2 കാലുകളും സീറ്റിൽ മടക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ വിറങ്ങലിച്ചിരിക്കുകയാണ്. അവളുടെ ലോകത്തിന് ഒട്ടും ചേരാത്തവനാണ് ഞാൻ എന്ന് ആ BMW ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എന്താ കാര്യം?" റിയ ചോദിച്ചു. തൻ്റെ പരിപാടി ഉഗ്രനായി. പിന്നെ ഇംഗ്ലീഷ് പാട്ടിന് സമ്മാനം വാങ്ങിയതിന് അഭിനന്ദനം. "ഓ, താങ്ക് യു മാധവ്, എന്നെ അഭിനന്ദിക്കാൻ മനസ്സു കാണിച്ചല്ലോ." "ഗംഭീരമായിരുന്നു," ഞാൻ തൊണ്ട ശരിയാക്കിക്കൊണ്ട് പറഞ്ഞു. "താങ്ക്സ്. ഇത് മാത്രമേ എന്നോട് പറയാനുള്ളോ?" ഞാൻ അല്ല എന്ന് തലയാട്ടി. റിയ ഇങ്ങനെ ഔപചാരികമായി സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമാവുന്നില്ലായിരുന്നു. "എന്നാൽ പിന്നെ ഈ കൊച്ചു വർത്തമാനം മതിയാക്കാം. എന്താണ് ശരിക്കും പറയാനുള്ളത് എന്ന് വെച്ചാൽ പറയൂ." "ഐ ആം സോറി. ഇത് 1,00,000 തവണയെങ്കിലും ഇയാളുടെ വായിൽ നിന്ന് കേട്ടതാണ്. എന്നോട് ക്ഷമിക്കൂ." "ഞാൻ ക്ഷമിച്ചിരിക്കുന്നു." ഞാൻ അതോടെ വിടുകയും ചെയ്തു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എല്ലാം അവസാനിച്ചു. "എന്താ, പറഞ്ഞു തീർന്നില്ലേ?" ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. BMW കാറിൻ്റെ മങ്ങിയ റീഡിംഗ് ലൈറ്റിൽ അവളുടെ മുഖത്തെ ഭാവം എന്താണെന്ന് കാണാൻ പറ്റുന്നില്ല. അവളുടെ സാമീപ്യത്തിൽ എൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോകുന്നതുപോലെ തോന്നി. ഞാൻ കണ്ണീരടക്കാൻ പണിപ്പെട്ടു. "നമുക്ക് ഇനിയും കൂട്ടുകാരാവണം," ഞാൻ പറഞ്ഞു. "എന്തിനാ?" റിയയുടെ ശബ്ദത്തിന് മൂടൽ മഞ്ഞിൽ പൊതിഞ്ഞ ശിശിരകാല രാവിൻ്റെ തണുപ്പ്. എന്നെക്കുറിച്ചും ഞങ്ങൾക്കുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും ഇവൾക്ക് യാതൊരു നഷ്ടബോധവും തോന്നുന്നില്ലേ? "എന്തിനാണെന്നോ? എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ വയ്യ. അതുതന്നെ." ഇങ്ങനെ വിളിച്ച് അലറാൻ എനിക്ക് തോന്നി. പക്ഷേ അത് വയ്യല്ലോ. വികാരങ്ങൾ പോട്ടെ, മനസ്സിലുള്ള വാക്കുകൾ പോലും അവളുടെ മുന്നിൽ പ്രകാശിപ്പിക്കാനുള്ള അവകാശം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഉള്ളിലുള്ളത് ഒതുക്കിപ്പിടിച്ച് യുക്തിസഹമായി വേണം സംസാരിക്കാൻ. "ഞാൻ വെറുമൊരു തെമ്മാടിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ," ഞാൻ പറഞ്ഞു. "ഇയാൾ തെമ്മാടിയൊന്നുമല്ല, എനിക്കുറപ്പുണ്ട്." "ആ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാം. അതെന്നെ കാണിച്ചു ബോധ്യപ്പെടുത്തുകയൊന്നും വേണ്ട." റിയ ഏറെ സമർത്ഥയാണ്, ബുദ്ധിമതിയും ചിലപ്പോഴൊക്കെ കടുപ്പക്കാരിയും. എനിക്ക് നാക്കിറങ്ങിപ്പോവുന്നത് പോലെ തോന്നി. എന്തോ ശരികേടുണ്ടെന്ന തോന്നൽ എന്നെ പരിഭ്രാന്തനാക്കി. എന്തായാലും കസേര കയ്യിൽ വെച്ച എൻ്റെ കൈകൾ അവൾ പതുക്കെ സ്പർശിച്ചു. മൃദുവായ ആ വിരലുകൾ എൻ്റെ മണികണ്ഠത്തിൽ അമർന്നു, നാഡി പരിശോധിക്കാനെന്ന പോലെ. "മാധവ്, കേൾക്കൂ," റിയ പറഞ്ഞു. ഞാൻ ഇങ്ങനെ തണുപ്പൻ മട്ടിൽ അകന്നു മാറിയിരിക്കുന്നതിൽ സോറി. അവളുടെ ഊഷ്മളമായ സ്പർശത്തിൽ സ്വയം പിടിച്ചു നിൽക്കാനുള്ള എൻ്റെ നിശ്ചയം അലിഞ്ഞുപോയി. അവളുടെ സ്പർശം എനിക്ക് പ്രാണനായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ വിരലുകൾ മാറ്റിയെങ്കിൽ എന്നായിരുന്നു എൻ്റെ ആശ. ഇനിയും കണ്ണീർ അടക്കി നിർത്താൻ സാധിച്ചില്ലെങ്കിലോ? "പ്ലീസ്." എൻ്റെ ശബ്ദം ഒരു യാചന പോലെ തോന്നി. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. "മാധവ്, എനിക്ക് ഇയാളോട് ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല. എന്തായാലും ഇനി നമുക്ക് ഫ്രണ്ട്സ് ആവാൻ പറ്റില്ല. ഞാൻ പോവുകയാണ്." "എന്നുവച്ചാൽ?" "ഞാൻ കോളേജ് വിടുകയാണ്." "എന്ത്, പഠിത്തം നിർത്തുന്നു എന്നോ?" അവൾ തല കുലുക്കി. "അതെ, ഞാൻ പഠിത്തം മതിയാക്കുകയാണ്." "താൻ സെക്കൻഡ് ഇയർ അല്ലേ? അപ്പോൾ ഡിഗ്രി മുഴുവനാക്കണ്ടേ?" "അല്ലെങ്കിലും പഠിച്ച് ഡിഗ്രി എടുക്കുന്നതിലൊന്നും ഞാൻ വലിയ കാര്യം കാണുന്നില്ല." ഞാൻ ഞെട്ടലോടെ അവളെ നോക്കി. എൻ്റെ അച്ഛന് കാശുള്ളതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത് എന്നെനിക്കറിയാം. ഇനിയിപ്പോൾ ഞാനൊരു പേടിച്ചോട്ടക്കാരിയാണ് എന്ന് ഇയാൾക്ക് തോന്നിയാലും കുഴപ്പമില്ല. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആലോചിക്കുന്നത് ഇത്രയുള്ളൂ, എന്തിനാ ഇത്?" റിയ വെറുതെ ചുമൽ കുലുക്കി. "താൻ പഠിപ്പു നിർത്തി സെൻറ്റ് സ്റ്റീഫൻസിൽ നിന്ന് പോകുന്നു. അത് എന്തിനാണെങ്കിലും ഒരു കാരണം വേണ്ടേ?" ഞങ്ങളുടെ കണ്ണുകൾ ഇടഞ്ഞു. "ഒരു പക്ഷേ എൻ്റെ ഭാവനയാവാം."
എന്നാലും ഒരു സെക്കൻഡ് നേരത്തേക്ക് മുമ്പുണ്ടായിരുന്ന അതേ അടുപ്പം ഞങ്ങൾക്കിടയിൽ അനുഭവപ്പെട്ടു. അത് അറിയുന്നത് ഇയാൾക്ക് ഇഷ്ടമാവുമെന്ന് തോന്നുന്നില്ല. എനിക്കറിയണം, ഞാൻ പറഞ്ഞു. അറിഞ്ഞേ പറ്റൂ. ഇയാൾ എന്നെ കുറ്റപ്പെടുത്തും. എപ്പോഴെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? റിയ മിണ്ടാതിരുന്നു. റിയ, എപ്പോഴെങ്കിലും ഞാൻ എന്തിനെങ്കിലും തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? താനാണ് എന്നെ കുറ്റപ്പെടുത്തി ജീവിതത്തിൽ നിന്ന് തന്നെ എന്നെ എറിഞ്ഞു കളഞ്ഞത്. മാധവ്, പ്ലീസ്. അക്കാര്യം സംസാരിക്കണ്ട. ശരി, എന്തായാലും പഠനം നിർത്തുന്ന കാര്യം താൻ ആലോചിക്കുന്നേ ഉള്ളോ അതോ അവസാന തീരുമാനം തന്നെയാണോ? അവസാന തീരുമാനം തന്നെ. എന്താ കാരണം? റിയ ഒരു ദീർഘശ്വാസമെടുത്തു. ആ ഗ്ലൗ ബോക്സ് ഒന്ന് തുറക്കൂ. എന്താണത്? മുൻ സീറ്റിനു നേരെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള അറയുടെ അടപ്പ് റിയ ചൂണ്ടിക്കാട്ടി. ഞാൻ അമ്പരപ്പോടെ കൈ നീട്ടി അത് തുറന്നു. ചുവപ്പ് നിറത്തിലുള്ള 3 കാർഡ്ബോർഡ് പെട്ടികളായിരുന്നു അതിനകത്ത്. ഒരെണ്ണം ഇങ്ങെടുക്കൂ. ഒരു പെട്ടി കയ്യിലെടുത്ത് ഞാൻ വീണ്ടും സീറ്റിൽ ചാരിയിരുന്നു. വെൽവെറ്റ് പതിച്ച ചുവന്ന പെട്ടിയുടെ പുറത്ത് സ്വർണവർണ്ണമുള്ള ഇലകൾ. തുറന്നു നോക്കൂ. ഞാൻ കാറിനകത്ത് എൻ്റെ ഭാഗത്തുള്ള റീഡിംഗ് ലൈറ്റ് ഓൺ ചെയ്തു. എന്നിട്ട് പെട്ടിയുടെ ചുവപ്പും സ്വർണ്ണ നിറവും കലർന്ന അടപ്പ് തുറന്നു. അകത്ത് പട്ടുതുണി കൊണ്ടുള്ള ഒരു പൊതിക്ക് മുകളിലായി ഒരു ചുവന്ന കവർ. കാർഡിലും ആ പട്ടുപൊതിയിലും R&R എന്ന് അച്ചടിച്ചിട്ടുണ്ട്. എന്താണിത്? ഞാൻ ചോദിച്ചു. നന്നായി നോക്കാൻ അവൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ഞാൻ ആ കവർ ഒരു കൈയിലും പൊതി മറ്റേ കൈയിലും പിടിച്ചു. വെള്ളക്കടലാസിൽ പൊതിഞ്ഞ ചോക്ലേറ്റാണ് പൊതിയിൽ. അതു മാറ്റി വെച്ച് ഞാൻ കവറിനകത്തെ കാർഡ് എടുത്തു നിവർത്തി. 2 വരി വായിച്ചതേ ഉള്ളൂ. എൻ്റെ തല പെരുക്കാൻ തുടങ്ങി. എന്ത്? ഞാൻ റിയയുടെ നേരെ തിരിഞ്ഞു. കാര്യം അറിയുന്നത് ഇയാൾക്ക് ഇഷ്ടമാവില്ല എന്ന് നേരത്തെ പറഞ്ഞതല്ലേ? ഞാൻ മനസാന്നിധ്യം വീണ്ടെടുത്ത് കാർഡ് മുഴുവൻ വായിച്ചു നോക്കാൻ തീരുമാനിച്ചു. ശ്രീ വിഷ്ണു സൊമാനിയും ശ്രീമതി കലാദേവി സൊമാനിയും അവരുടെ പൗത്രി സൗഭാഗ്യവതി റിയ സൊമാനിയുടെയും പരേതനായ ശ്രീ മനോജ് ചന്തക്കിൻ്റെയും ജംന ബായി ചന്തക്കിൻ്റെയും പുത്രൻ ചിരഞ്ജീവി റോഹൻ ചന്തക്കിൻ്റെയും വിവാഹത്തിലേക്ക് താങ്കളെ സാദരം ക്ഷണിക്കുന്നു. 2007 ജനുവരി 25-ന് ഡൽഹിയിൽ താജ് പാലസ് ഹോട്ടലിൽ വച്ചു നടക്കുന്ന ചടങ്ങുകളുടെ വിശദാംശങ്ങൾ ഇതോടൊപ്പമുണ്ട്. ദയവായി സമ്മാനങ്ങൾ ഒഴിവാക്കുക. പെട്ടിയിലുള്ള മറ്റു കാർഡുകൾ ഞാൻ വായിച്ചു നോക്കിയില്ല. അവയിൽ മറ്റു ചടങ്ങുകളുടെ വിശദ വിവരങ്ങളാണ്. ആകെ മരവിച്ച പോലെ ഇരുന്നു പോയി. പട്ടുതുണി കൊണ്ടുള്ള പൊതിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് കണ്ണും നട്ട് മിഴിച്ചിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു, റിയ പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ശരീരത്തിലാകെ ഷോക്ക് ഏറ്റതുപോലെ. പട്ടുതുണിയിലെ ചിത്രവേലയിൽ ഞാൻ പതുക്കെ വിരലോടിച്ചു. എനിക്ക് തന്നെ ഇപ്പോഴും മുഴുവൻ വിശ്വാസമാവുന്നില്ല. നിശബ്ദത ഭേദിക്കാനെന്നോണം റിയ പറഞ്ഞു. താൻ കല്യാണം കഴിക്കാൻ പോവുകയാണോ? ഞാൻ മന്ത്രിച്ചു, മറ്റെവിടെയോ നോക്കിക്കൊണ്ട്. വാക്കുകൾ പതിവില്ലാത്ത വിധം ശാന്തമായിരുന്നു. 2 മാസത്തിനകം. ചെറുതായെന്ന് ചിരിച്ചുകൊണ്ട് ഞാൻ അവൾക്ക് നേരെ തിരിഞ്ഞു. ഉഗ്രൻ റിയ, ഇങ്ങനെ സമർത്ഥമായുള്ള ഒരു ഒഴിഞ്ഞുമാറൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പോലും. എന്നുവെച്ചാൽ നമ്മൾ വീണ്ടും ഫ്രണ്ട്സ് ആവണം എന്നായിരുന്നു എൻ്റെ മോഹം. അപ്പോഴതാ താൻ കോളേജ് വിടുന്നു, കല്യാണം കഴിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ജീവിതം. തനിക്ക് വയസ്സ് 19 ആയുള്ളൂ. കല്യാണം കഴിഞ്ഞ ഉടൻ 20 ആവും അതേ വർഷം. റിയ, തനിക്ക് ഭ്രാന്ത് പിടിച്ചോ? ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കാനുള്ള അവകാശം ഇപ്പോൾ ഇയാൾക്കില്ല, റിയ പറഞ്ഞു. ഐ ആം സോറി. സാരമില്ല മാധവ്, ഇതെൻ്റെ തീരുമാനമാണ്. ആരും നിർബന്ധിച്ചിട്ടല്ല. എനിക്ക് ഇവിടം വിട്ടു പോണം. എന്തിന്? ഈ കോഴ്സിന് ചേരണം എന്ന് തന്നെ എനിക്കുണ്ടായിരുന്നതല്ല. പെണ്ണുങ്ങളെ വിലയില്ലാത്ത വീട്ടുകാരുടെ കൂടെ കഴിയാൻ എനിക്കിഷ്ടമല്ല. എന്നാലും ഡിഗ്രി മുഴുവനാക്കാമായിരുന്നില്ലേ? എന്നിട്ട് വിദേശത്ത് പോയി പഠനം തുടരാമല്ലോ. എന്തിനാ ഈ കല്യാണം? എനിക്ക് കുറച്ച് സാഹസവും യാത്രയുമൊക്കെ വേണം. റോഹൻ അതൊക്കെ ശരിയാക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. തീരുമാനം ഉറപ്പാണോ? അതെ. റോഹൻ്റെ വട്ടും തമാശയുമൊക്കെ എനിക്ക് രസമാണ്. ജീവിതത്തിൽ നല്ല നിലയുമാണ് അയാൾക്ക്. അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കുന്നതിൽ എന്താ തെറ്റ്? കയ്യിൽ പൂത്ത കാശുണ്ടല്ലോ. അതെന്തിനാ? അതുമാത്രമാണ് റോഹനിൽ കാണുന്ന കുറ്റം.
കാശ് എനിക്കുമുണ്ടല്ലോ. കുറ്റമല്ല, വെറുതെ പറഞ്ഞെന്ന് മാത്രം. എന്നാലും തൻ്റെ പഠിത്തം കഴിയുന്നതുവരെ കാത്തു നിൽക്കാൻ അയാൾക്ക് പറ്റില്ലേ? കോളേജ് വിടാൻ രോഹൻ പറഞ്ഞോ? രോഹന് എങ്ങനെയായാലും കുഴപ്പമില്ല. പറഞ്ഞത് മൂപ്പരുടെ വീട്ടുകാരാണ്. അവർക്ക് രോഹൻ്റെ കല്യാണം പെട്ടെന്ന് നടത്തണം. ഇത്രയും നല്ലൊരു ബന്ധം കൈവിട്ടു പോകരുത് എന്ന് എൻ്റെ വീട്ടുകാർക്കുമുണ്ട്. റിയ, ഇങ്ങനെ കോളേജ് വിട്ടു പോകുന്നത് ശരിയല്ല. പുറം നാട്ടിലൊക്കെ ഇതൊക്കെ പതിവാ. ഇന്ത്യയിൽ അങ്ങനെയല്ല. അതുവിട്. ഇന്ത്യയിൽ മിക്കവർക്കും ജോലി കിട്ടാനും വരുമാനമുണ്ടാകാനും ഡിഗ്രി അത്യാവശ്യമാണ്. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അവൾ പറയുന്നതിൽ കാര്യമുണ്ടായിരുന്നു. എന്നെപ്പോലുള്ള ദരിദ്രവാസികൾക്കേ പഠിച്ചേ പറ്റൂ എന്നുള്ളൂ. അല്ലെങ്കിൽ ഭാവിയുണ്ടാവില്ല. ഔറംഗസേബ് റോഡിലെ 100-ാം നമ്പർ വീട്ടിൽ ജനിച്ചു വളർന്നവൾക്ക് ജീവിതത്തിൽ എന്ത് കോപ്രായവും കാട്ടാം. രോഹനും MBAക്ക് ചേർന്ന ശേഷം ഇടയ്ക്ക് വെച്ച് വിട്ടയാളാണ്. അയാൾ തൻ്റെ ബോയ്ഫ്രണ്ടാണോ? രോഹൻ എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളാണ്, റിയ പറഞ്ഞു. ചോദിച്ചതിനുള്ള ഉത്തരമല്ല അത്. ഞങ്ങൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലം തൊട്ടേ ഞാൻ മൂപ്പരെ രോഹൻ ഭയ്യ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇതൊരു തരം അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറയാം. തൻ്റെ ഫലിതത്തിൽ സ്വയം രസം പിടിച്ച മട്ടിൽ റിയ ചിരിച്ചു. ആ ഭയ്യ ഘട്ടത്തിൽ തന്നെ ആരെങ്കിലും രോഹനെ കഴുത്ത് ഞെക്കി കൊന്നിരുന്നെങ്കിൽ എന്നായിരുന്നു എൻ്റെ ചിന്ത. ആ പഹയൻ കുഴപ്പം വരുത്തി വയ്ക്കും എന്ന് റിയയുടെ പാർട്ടിയിൽ വെച്ച് കണ്ടപ്പോഴേ തോന്നിയതാണ്. ബുദ്ധിക്ക് നിരക്കുന്ന വല്ലതും പറയണം എന്നെനിക്ക് തോന്നി. കാര്യങ്ങൾ കുറച്ചെങ്കിലും എനിക്ക് അനുകൂലമാക്കി തിരിക്കണം. അതിനൊന്നുമുള്ള ബുദ്ധി ദൈവം എനിക്ക് തന്നിട്ടില്ല എന്നത് വേറെ കാര്യം. എനിക്ക് കിട്ടിയ സമയവും അത്ര ശരിയല്ല. സ്വന്തം കല്യാണക്കാർഡ് തരുന്ന ഒരു പെൺകുട്ടി വീഡിയോ ഗെയിമിൽ കാണുന്ന ഗെയിം ഓവർ എന്ന അറിയിപ്പ് പോലെയാണ്. എനിക്ക് നിന്നെ തിരികെ വേണം എന്ന് പറയാൻ പറ്റിയ സമയമല്ലത്. ലോകത്ത് മറ്റെന്തിനേക്കാളുമേറെ അവളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ വയ്യ. ഇനി അവളെ പിന്തുണയ്ക്കുന്നത് പോലെ സംസാരിച്ചാലോ എന്നായി എൻ്റെ ആലോചന. കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കാം. എൻ്റെ വല്ല സഹായവും വേണോ എന്നും. പെട്ടെന്ന് ഞാൻ സ്വയം തടഞ്ഞു. അത്രയ്ക്കങ്ങ് തരം താഴാൻ വയ്യ. ഇപ്പോൾ ഓർമ്മ വരുന്നത് കൂട്ടുകാർ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അതെ, ഞാൻ വെറുമൊരു കളിപ്പാട്ടം മാത്രം. ടോയ് സ്റ്റോറി എന്ന സിനിമയിലെ വൂഡിയാണ് എനിക്ക് ഓർമ്മ തന്നത്. ആ സിനിമയിൽ ആർക്കും വേണ്ടാത്ത വൂഡി എന്ന പാവ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. കാരണം അതിൻ്റെ യജമാനൻ വളർന്നു പോയതുകൊണ്ട് അതിനോടൊപ്പം കളിക്കാൻ വരാതെയായി. എന്തെങ്കിലുമൊന്ന് പറയൂ, റിയ പറഞ്ഞു. മിണ്ടാതിരിക്കടി പട്ടി, എൻ്റെ മനസ്സിൻ്റെ എടുത്തുചാട്ടമുള്ള ഭാഗം പറഞ്ഞു. പക്ഷെ ഞാൻ സ്വയം നിയന്ത്രിച്ചു. അയ്യോ, ഇങ്ങനെ ചെയ്യല്ലേ. എനിക്ക് നിന്നെ അത്രയ്ക്കിഷ്ടമാണ്. മനസ്സിൻ്റെ വികാരം തുളുമ്പുന്ന ഭാഗം അങ്ങനെയാണ് പറഞ്ഞത്. തലയ്ക്കകമാകെ കുഴഞ്ഞു മറിഞ്ഞു പോയിരിക്കുന്നു. അനുഭവം വെച്ച് നോക്കിയാൽ ഇപ്പോൾ എന്തു പറഞ്ഞാലും പിന്നീട് ദുഃഖിക്കാൻ ഇടവരികയേ ഉള്ളൂ. ഞാൻ എന്തു പറയാനാ? വല്ലാത്ത അത്ഭുതം. ഞെട്ടിപ്പോയി. എനിക്കറിയില്ല. സാധാരണ എല്ലാവരും കൺഗ്രാജുലേഷൻസ് എന്നാണ് പറയാറ്. അത് ശരിയാ, ഞാൻ പറഞ്ഞു. പക്ഷേ അഭിനന്ദനം പറഞ്ഞില്ല. നടന്നതെന്തായാലും നമുക്കത് വിടാം എന്ന് തോന്നുന്നു, ശരിയല്ലേ? റിയ ചോദിച്ചു. ഞാൻ സമ്മതഭാവത്തിൽ തലകുലുക്കി. ഇയാൾ വരില്ലേ? എങ്ങോട്ട്? കല്യാണത്തിന്. ഞാൻ ക്ഷണിച്ചതല്ലേ. അവളുടെ ഗംഭീരമായ ഇൻവിറ്റേഷൻ കാർഡും അതിൻ്റെ പെട്ടിയും എല്ലാം കൂടി എടുത്ത് ഒരേറ് വെച്ചു കൊടുക്കാനാണ് തോന്നിയത്. നോക്കട്ടെ, ഞാൻ പറഞ്ഞു. ഉടൻ ഉള്ളിൽ സ്വയം അഭിനന്ദിക്കുകയും ചെയ്തു. വിചാരിച്ചതിനേക്കാൾ അന്തസ്സോടെയാണ് ഞാൻ പ്രതികരിച്ചത്. പോയി പണി നോക്കടി എന്ന് പറയുന്നതാവും കൂടുതൽ സ്വാഭാവികം. ഇയാൾ വരണം പ്ലീസ്, റിയ പറഞ്ഞു. താൻ ഈ ചെയ്യുന്നത് ശരിയാണ് എന്ന് നല്ല ഉറപ്പുണ്ടോ? ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞൊപ്പിച്ചു. ഞാൻ എൻ്റെ ഹൃദയം പറയുന്നത് പോലെയാണ് ചെയ്യുന്നത്. അതല്ലേ ശരിയായ കാര്യം? ആവോ, എനിക്കറിയില്ല. ചിലപ്പോൾ ഹൃദയം പറയുന്നത് പോലെ ചെയ്താൽ പെരുവഴിയിലാവും. ഞാൻ അവളുടെ മുഖത്ത് ഒന്ന് അമർത്തി നോക്കി. ആ പറഞ്ഞതിൻ്റെ പൊരുൾ ശരിക്കും പിടികിട്ടിയോ? ഉവ്, മനസ്സിലായിരിക്കുന്നു. ആ മുഖത്ത് ഒരു വിളറിയ ചിരിയുണ്ട്. മാധവ്, ഇയാളെ സങ്കടപ്പെടുത്തിയെങ്കിൽ സോറി. എന്നെ സങ്കടപ്പെടുത്തുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നാശ്വസിപ്പിക്കാൻ ഞാൻ തലകുലുക്കി. അല്ലെങ്കിലും ആണുങ്ങളെ സങ്കടപ്പെടുത്തുന്നത് സുന്ദരി പെണ്ണുങ്ങളുടെ അവകാശമാണല്ലോ. എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. കാറിലെ റീഡിംഗ് ലൈറ്റ് ഞാൻ ഓഫാക്കി. അഥവാ കരഞ്ഞു പോയാൽ തന്നെ ഇനി ആരും കാണില്ലല്ലോ. കാറിൻ്റെ ഡോറിൽ ആരോ തട്ടുന്നത് കേട്ടു. ഡ്രൈവർ തിരിച്ചെത്തിയിരിക്കുന്നു.
മാഡം ഇതാ, അയാൾ പറഞ്ഞു. എന്നിട്ട് 4 പാക്കറ്റ് പാർലേജി ബിസ്ക്കറ്റ് റിയയെ ഏൽപ്പിച്ചു. അവൾ പാക്കറ്റുകൾ എനിക്ക് കൈമാറി. ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ. എനിക്കിത് കണ്ടാൽ കൊതിയാണ്. കാറിൽ വെച്ചാൽ മുഴുവൻ ഞാൻ തന്നെ തിന്നും. താൻ പറഞ്ഞിട്ടല്ലേ അയാൾ കൊണ്ടുവന്നത്? അത് അയാളെ മാറ്റി നിർത്താനുള്ള അടവായിരുന്നു. ഞാൻ ബിസ്ക്കറ്റ് പാക്കറ്റുകൾ കയ്യിൽ വെച്ചു. എനിക്കുള്ള പ്രോത്സാഹന സമ്മാനം. രോഹന് കിട്ടുന്നത് റിയയെ, മാധവന് ബിസ്ക്കറ്റ്. ഞാൻ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. റിയ അവളുടെ ഭാഗത്തുകൂടി പുറത്തിറങ്ങി എൻ്റെ അടുത്ത് വന്നു. ബൈ, അവൾ പറഞ്ഞു. ബൈ റിയ, ഞാൻ പറഞ്ഞു. ഇങ്ങനെ എത്ര നേരം കണ്ണുനീര് പിടിച്ചു നിർത്താൻ പറ്റും? ഇവളൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. ഏയ്, ഒരു സാധനം മറന്നു, അവൾ പറഞ്ഞു. എന്താ? ഇയാൾക്കുള്ള കാർഡ്. റിയ കാറിനകത്തേക്ക് കൈയിട്ട് കാർഡും ചോക്ലേറ്റും വെച്ച് ആ നാശം പിടിച്ച പെട്ടി പുറത്തെടുത്ത് എനിക്ക് തന്നു. വിഷമിച്ചാണെങ്കിലും ഞാൻ ഒരു വിധത്തിൽ അത് ബിസ്ക്കറ്റും എല്ലാം കൂടി കയ്യിൽ ഒതുക്കി പിടിച്ചു. ഓ താങ്ക്സ്, ഞാൻ പറഞ്ഞു. ചവറ്റുവീപ്പ അടുത്തെങ്ങാനും ഉണ്ടോ ആവോ? എന്നാൽ പിന്നെ ടേക്ക് കെയർ. റിയ പതുക്കെ ഒന്ന് ചുറ്റിപ്പിടിച്ച് ഗുഡ് ബൈ പറയാനായി അടുത്തേക്ക് വന്നു. ഞാൻ പുറകോട്ടു മാറി. ഇത്തരം പൊള്ളയായ കെട്ടിപ്പിടുത്തങ്ങളൊന്നും ഇനി വേണ്ട. എൻ്റെ പരുങ്ങൽ മനസ്സിലാക്കി അവളും പുറകോട്ടു മാറി. എന്നിട്ട് അവസാനമായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് കാറിൽ കയറി. നേർത്ത ശബ്ദം പോലും ഉണ്ടാക്കാതെ BMW അന്തസ്സായി തെന്നിയകന്നു. ഒന്നും സംഭവിച്ചിട്ടേയില്ലെന്ന മട്ടിൽ. ഹിന്ദു കോളേജിനടുത്തെത്തിയപ്പോൾ കാർ ഇടത്തോട്ട് തിരിഞ്ഞ് മറഞ്ഞു. ഞാൻ റോഡിൽ ചടഞ്ഞിരുന്നു. ചുവന്ന പെട്ടിയും അതിലുള്ള സാധനങ്ങളും എൻ്റെ അടുത്തു കിടപ്പാണ്. കട്ട പിടിച്ച ചോര പോലെ. ഞാൻ കരഞ്ഞു. ആളൊഴിഞ്ഞ കോളേജിലെ റോഡിൽ ആരും കാണാനില്ലായിരുന്നു. എല്ലാം ഞാൻ ഒഴുക്കിവിട്ടു. മാസങ്ങളായുള്ള പുകച്ചിൽ കണ്ണീരായി ഉരുകി പോരുകയാണ്. ഒരു കാർ അതിലെ കടന്നുപോയി. ചുറ്റും ബിസ്ക്കറ്റ് പാക്കറ്റുകളുമായി റോഡിലിരിക്കുന്ന എന്നെ കണ്ടാൽ ഡൽഹിയിലെ ഏതോ പിച്ചക്കാരനെ പോലുണ്ടാവണം. അല്പം കഴിഞ്ഞപ്പോൾ എല്ലാം പെറുക്കിയെടുത്ത് ഞാൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് കോളേജിൻ്റെ പ്രധാന ഗേറ്റിനടുത്തുള്ള ചവിട്ടുവീപ്പയ്ക്കരികിലേക്ക് നടന്നു. ചോക്ലേറ്റുകളും ബിസ്ക്കറ്റും പോക്കറ്റിൽ തിരുകി. ബാക്കിയെല്ലാം വീപ്പയിലിട്ടു. എത്ര സങ്കടമുണ്ടെങ്കിലും ഒരു സുവർണ നിയമം ഞാൻ മറന്നിരുന്നില്ല. താമസം ഹോസ്റ്റലിലാണെങ്കിൽ ആഹാരം വെറുതെ കളയരുത്. 1 വർഷവും 3 മാസവും കഴിഞ്ഞ്. പറയൂ, താങ്കൾ ഇവിടെ വരാൻ കാരണം? 30 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ ചോദിച്ചു. ചുവന്ന ടൈയും ഉലയാത്ത വെള്ള ഷർട്ടുമാണ് വേഷം. HSBC ബാങ്ക് നടത്തുന്ന ക്യാമ്പസ് സെലക്ഷൻ ഇൻ്റർവ്യൂവിന് ചെന്നതായിരുന്നു ഞാൻ. 3 ബാങ്ക് ഉദ്യോഗസ്ഥന്മാരാണ് മുന്നിൽ. മടുപ്പും വിഷമവും നിറഞ്ഞ മുഖങ്ങൾ. സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ 40-ലേറെ വിദ്യാർത്ഥികൾ സ്വന്തം മഹത്വത്തെക്കുറിച്ച് മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നത് കേട്ട് ഇരിക്കുകയാണവർ. ഓരോ ഉദ്യോഗാർത്ഥിയും ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ബാങ്കിൻ്റെ നയപരിപാടികൾ അടിമുടി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. അടിമകളേക്കാൾ നന്നായി പണിയെടുത്തോളാം എന്ന് വാക്കു കൊടുക്കുന്നുമുണ്ട്. എന്തിനാണ് കമ്പനികൾ ഇങ്ങനെ ഇൻ്റർവ്യൂകൾ നടത്താൻ കഷ്ടപ്പെടുന്നത്? ചിലപ്പോൾ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതിൽ അവർക്ക് സുഖം തോന്നുന്നുണ്ടാവാം. കൊടുക്കാനുള്ള ജോലി സത്യത്തിൽ മേശയ്ക്ക് മുന്നിലിരുന്ന് കമ്പ്യൂട്ടറിൽ കണക്കു ശരിയാക്കുന്നതിലാണെങ്കിലും പാനലിന് നൽകാൻ എൻ്റെ പക്കൽ ഉത്തരങ്ങളൊന്നുമില്ലായിരുന്നു. ഈ ജോലിക്ക് അപേക്ഷ അയച്ചത് എന്തിനാണെന്ന് തന്നെ എനിക്ക് യാതൊരു പിടിയുമില്ല. അഥവാ ഏത് ജോലിയിലായാലും. ഡൽഹിയോട് എനിക്ക് വെറുപ്പായി കഴിഞ്ഞു. കോളേജ് ജീവിതത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. ശരിയാണ്, കോളേജിൽ ചേർന്ന സമയത്ത് ഈ നഗരം എനിക്കിഷ്ടമായിരുന്നു. മിന്നൽ പോലെ കടന്നുപോയ ആദ്യ വർഷം ഒരു അവധിക്കാലം പോലെയേ തോന്നുന്നുള്ളൂ. 2ാം വർഷമാവട്ടെ റിയയുടെ പിണക്കം കാരണം സങ്കടകരമായിരുന്നു. എന്നാലും അവൾ ചുറ്റുവട്ടത്ത് തന്നെയുണ്ടായിരുന്നു എന്നെങ്കിലും പറയാമല്ലോ. ഇടയ്ക്കൊക്കെ ആളെ ഒന്ന് നോക്കി കാണാം. 2 മാസം കൂടുമ്പോൾ അടുക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടെങ്കിലും നല്ല നാളുകൾ അയവിറക്കിക്കൊണ്ടിരിക്കാൻ കഴിഞ്ഞിരുന്നു. ഏറ്റവും മോശമായ കാലത്ത് പോലും ആളുകളെ ജീവിപ്പിച്ചു നിർത്തുന്ന ഒരു കാര്യം അന്നൊക്കെ എനിക്കുമുണ്ടായിരുന്നു: പ്രതീക്ഷ. ഒരു നാൾ റിയ തിരിച്ചു വരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചു. തനിക്ക് ചേരുന്ന പങ്കാളി ഞാൻ തന്നെയാണെന്ന് അവൾ തിരിച്ചറിയും. ഉയരത്തിൽ, ബാസ്കറ്റ്ബോൾ കളിയിൽ, മനസ്സുകൊണ്ടുള്ള നേർച്ചയിലും.
ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ മണിക്കൂറുകൾ നിമിഷങ്ങളായി മാറി പറക്കുമായിരുന്നു. ഒന്നിച്ചുള്ള നിമിഷങ്ങളിൽ ഞങ്ങൾക്കിരുവർക്കും ചുറ്റുമുള്ള ലോകമെപ്പാടെ അത്ര നിസാരമായിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും വന്നിട്ടില്ല. ഒരു കല്യാണക്കത്ത് എൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച് സ്ഥലം വിട്ടു. ഇനി ഒരിക്കലും അവളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കില്ല എന്ന് എൻ്റെ ബീഹാറി കൂട്ടുകാർ സത്യം ചെയ്യിച്ചിരുന്നു. ഞാൻ അത് ചെയ്തതുമില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം റിയ കോളേജ് വിട്ടുപോയി. കല്യാണത്തിൽ പങ്കെടുക്കാൻ സെൻറ്റ് സ്റ്റീഫൻസിൽ നിന്നും പോയവർ പറഞ്ഞത് ആഘോഷം ഗംഭീരമായിരുന്നു എന്നാണ്. കോളേജിന് ഒരു മുഴുവൻ വർഷം കൊണ്ട് ചിലവാകുന്ന തുക രോഹൻ വിവാഹ പാർട്ടി നടത്താൻ പൊടിച്ചിട്ടുണ്ടാവും എന്നെനിക്കുറപ്പാണ്. റിയ ഹണിമൂണിന് പോയത് ബോറാ ബോറയിലേക്കാണ് എന്ന് ആരോ പറയുന്നത് ഞാൻ അറിഞ്ഞു. പേര് കേട്ടപ്പോൾ ബീഹാറിലെ ഏതോ സ്ഥലമാണെന്ന് തോന്നി. എന്തായാലും ഞാൻ ഇൻ്റർനെറ്റിൽ കയറി ഗൂഗിളിൽ നോക്കി. പസഫിക് സമുദ്രത്തിലുള്ള മനോഹരമായ ഒരു ദ്വീപ സമൂഹമാണ് അതെന്ന് കണ്ടുപിടിച്ചു. സ്വകാര്യ വിമാനത്തിൽ കയറി മാത്രമേ അവിടെ എത്താൻ കഴിയുള്ളൂ അത്രേ. അതുകൊണ്ട് അവിടെ ഇടിച്ചു കയറി ചെന്ന് പുതുമണവാളൻ്റെ കഥ തീർക്കുമെന്ന കാര്യം നടപ്പില്ല. എന്തായാലും 3-ാം വർഷവുമായി തട്ടിച്ചു നോക്കിയാൽ 2-ാം വർഷത്തിലെ മനോവേദന ഇത്തിരി മാത്രമായിരുന്നു എന്ന് തോന്നും. 1 വർഷം മുമ്പ് എന്നെ വിട്ടിട്ട് പോയ ആ പെണ്ണ് ഇത്രയും കടുപ്പത്തിൽ എന്നെ വിടാതെ പിടികൂടും എന്ന് വിശ്വസിക്കാൻ വിഷമം തോന്നി. ഞങ്ങൾ ഒന്നിച്ച് ഉറങ്ങിയിട്ട് പോലുമില്ല. പക്ഷേ അതത്ര വലിയ കാര്യമായിരുന്നില്ല. കളിക്കാനും നടക്കാനും ആഹാരം കഴിക്കാനും വർത്തമാനം പറയാനും പഠിക്കാനും തമാശ പറയാനുമെല്ലാം ഞാൻ ഒപ്പം കൂട്ടിയിട്ടുള്ള ഒരേയൊരു പെണ്ണായിരുന്നു അവൾ. റിയ എന്ന മിണ്ടാപ്രാണിയുടെ ഉള്ളിലേക്ക് മറ്റാരേക്കാളും ഞാൻ എത്തിച്ചു നോക്കിയിട്ടുണ്ട്. അഥവാ ഞാൻ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു. എങ്ങനെയാണ് എനിക്കവളെ മറക്കാൻ കഴിയുക? 2 വർഷം കഴിഞ്ഞിട്ടും അവളെ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്നാൽ 2 മിനിറ്റ് മുമ്പ് അകത്തു കയറിയ ഈ ഇൻ്റർവ്യൂ മുറിയുടെ കാര്യം ഞാൻ മറന്നേ പോയി. ചോദിച്ചത് കേട്ടില്ലേ? താങ്കൾ ഇവിടെ വരാൻ എന്താണ് കാരണം? മുന്നിലെ കുപ്പിയിൽ നിന്ന് ഒരിറക്കു വെള്ളം മോന്തി കുടിച്ച് ഇൻ്റർവ്യൂ പാനലിലെ ആൾ ചോദിച്ചു. യെസ് സർ. അതായത് ഞാൻ പരങ്ങിക്കൊണ്ട് കമ്പനിയുടെ പേര് ഓർക്കാൻ ശ്രമിച്ചു. HSBC ബാങ്ക് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കണം എന്ന് മോഹമുണ്ട്. ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച പോലെ പറയുന്നത് കേട്ട് കുടിക്കാനെടുത്ത വെള്ളം എൻ്റെ മുഖത്തൊഴിക്കും എന്നാണ് കരുതിയത്. എന്തായാലും അതുണ്ടായില്ല. മാധവ് ഝാ അല്ലേ? പാനലിലെ വേറൊരാൾ എൻ്റെ ബയോഡേറ്റയിലൂടെ കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു. ബാസ്കറ്റ്ബോൾ സ്റ്റേറ്റ് ലെവൽ. കൊള്ളാം. കഴിഞ്ഞ വർഷം നാഷണൽ ടീമിലേക്കും പരിഗണിച്ചിരുന്നു. അത് ശരിയായോ? ഇല്ല സർ. അതെന്തു പറ്റി? ഒരു നിമിഷം മടിച്ച ശേഷമാണ് ഞാൻ മറുപടി നൽകിയത്. ഞാൻ ട്രയൽസിന് പോയില്ല. ബാസ്കറ്റ്ബോൾ റിയയെക്കുറിച്ചുള്ള ഓർമ്മകൾ കുത്തിപ്പൊക്കും. അവൾ പോയതിനു ശേഷം ഞാൻ കോർട്ടിലേക്ക് പോയിട്ടേയില്ല. പറയൂ, എന്തേ പോയില്ല? 3 പേരും ഒന്നിച്ചാണ് ചോദ്യം. എനിക്ക് സാധിച്ചില്ല. ഞാൻ വല്ലാത്ത മാനസിക സംഘർഷത്തിലായിരുന്നു. സംഘർഷമോ? ഏത് തരത്തിലുള്ള സംഘർഷം? ആദ്യം ചോദ്യം ചോദിച്ചയാൾ. വ്യക്തിപരമാണ്. ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന മറ്റു 2 പേരും തൊണ്ട ശരിയാക്കി. അവർ പരസ്പരം നോക്കി ആ വിഷയം വിട്ടുകളയാം എന്ന മട്ടിൽ തലയാട്ടി. എന്താണ് താങ്കൾക്ക് ബാങ്കിങ്ങിൽ താല്പര്യം വരാൻ കാരണം? 3-ാമൻ്റെ ചോദ്യം. നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതായതുകൊണ്ട്. എന്താ പറഞ്ഞത്? അയാൾ അമ്പരപ്പോടെ ചോദിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ജോലി വേണം. അതിനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിങ്ങളുടെ അടുത്താണ്. നിങ്ങൾ തരുന്ന ശമ്പളവും മോശമല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തായാലും ഞാൻ ചെയ്യും. അപ്പോൾ താങ്കൾക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലേ? ഇല്ല എന്നതാണ് ശരി. ഇങ്ങനെയൊക്കെ പറയാൻ എന്താണാവോ എന്നെ പ്രേരിപ്പിച്ചത്? കഴിഞ്ഞ 2 ആഴ്ചയിൽ 8 ഇൻ്റർവ്യൂവിനാണ് പോയത്. എല്ലാറ്റിനും കല്ലുവെച്ച നുണകൾ കൊട്ടിഘോഷിക്കുകയും ചെയ്യേണ്ടി വന്നു. അതാവാം കാരണം. ഇനി വയ്യ എന്നായി കഴിഞ്ഞിരുന്നു. ഡൽഹിയിൽ ഇനി നിൽക്കണ്ട എന്ന തോന്നലാണ് മനസ്സിൽ. അമ്മയെ കാണണം. ഇപ്പോൾ തന്നെ ഒന്ന് ഫോൺ വിളിക്കണം. മാധവ്, താങ്കൾക്ക് ഈ ജോലി വേണം എന്നുണ്ടോ? ഇൻ്റർവ്യൂ പാനലിലെ 1-ാമത്തെ ആൾ. സർ, അങ്ങയുടെ പേരെന്താണ്? ഞാൻ ചോദിച്ചു. ശുക്ല, പ്രമോദ് ശുക്ല. നോർത്ത് ഇന്ത്യയിലെ റീജിയണൽ മാനേജറാണ്. മിസ്റ്റർ ശുക്ല, അങ്ങ് സന്തോഷവാനാണോ? മനസ്സിലായില്ല. മുഖം കണ്ടിട്ട് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല.
നിങ്ങൾ ആരെയും കണ്ടിട്ട് ജീവിതത്തിൽ സന്തോഷമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇവിടെ വരുന്ന ആർക്കും ഈ ജോലി വേണം എന്ന് ആഗ്രഹമൊന്നുമില്ല. എല്ലാവർക്കും നിങ്ങൾ തരാമെന്ന് പറയുന്ന ശമ്പളം വേണമെന്നേയുള്ളൂ. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? 3 പേരും പരസ്പരം നോക്കി. കയ്യിലൊരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഇവരുടെ അമൂല്യമായ മുഖഭാവം അതേപടി ഫോട്ടോയിൽ പകർത്താൻ കഴിഞ്ഞാൽ ഏത് ഫോട്ടോഗ്രാഫി മത്സരത്തിനും സമ്മാനം ഉറപ്പ്. താങ്കളെ എനിക്ക് പിടിച്ചു. ഞങ്ങൾക്ക് കിട്ടിയ സത്യസന്ധനായ ആദ്യത്തെ കാൻഡിഡേറ്റ്. ഞാൻ ജോലി തരാം, പ്രമോദ് പറഞ്ഞു. മറ്റു 2 പേരും ഒന്ന് ഞെട്ടിയ പോലെ തോന്നി. പക്ഷേ മേലാധികാരിക്ക് തോന്നിയ ഭ്രമത്തെ ചോദ്യം ചെയ്യാൻ ആ ജൂനിയർ ഉദ്യോഗസ്ഥന്മാർക്ക് വയ്യായിരുന്നു. എന്തിനാ? എനിക്ക് ജോലി വേണ്ട. ഞാൻ എണീറ്റു. എന്തുപറ്റി? പ്രമോദ് ചോദിച്ചു. ഡൽഹിയിൽ നല്ലൊരു ബാങ്ക് ജോലി, വലിയ വലിയ ഇടപാടുകാർ, വർഷത്തിൽ 6 ലക്ഷം രൂപ ശമ്പളവും. വേണ്ട സർ, പണക്കാരെ സേവിക്കുന്നത് എനിക്ക് മതിയായി. ഞാൻ മുറിക്ക് പുറത്തേക്ക് നടന്നു. ഇന്റർവ്യൂ കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ ആ വർഷം തുടങ്ങി ആദ്യമായി എനിക്ക് എന്നോട് തന്നെ സ്വല്പം ബഹുമാനം തോന്നി. എല്ലാവരുടെയും ചവിട്ടുപായയായി കിടക്കാൻ ഇനിയും വയ്യ. എന്നെ വിട്ടിട്ടു പോയ ഒരു പണക്കാരി പെണ്ണിനെ കുറിച്ചോർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നതും നിർത്തണം. സെന്റ് സ്റ്റീഫൻസ് കോളേജും മേലേക്കിടക്കാരനാവാനുള്ള ശ്രമങ്ങളും എല്ലാം മതിയായി. മാധവ് ഝാ, നീ ബീഹാറിലെ ഡുംറാവിന്റെ സ്വത്താണ്. അവിടെയാണ് നിന്റെ സ്ഥാനം, ഞാൻ സ്വയം പറഞ്ഞു. അതെ, എക്കാലവും നിനക്കുണ്ടാവും. അതേ നിനക്ക് വേണ്ടു. ഞാൻ അമ്മയെ വിളിച്ചു. എങ്ങനെയുണ്ട് മോനെ നിന്റെ ജോലി ശ്രമങ്ങൾ? അമ്മ ചോദിച്ചു. ഒരു കമ്പനി ജോലി തരാമെന്ന് പറഞ്ഞു. ഏത് കമ്പനിയാ? HSBC. എന്താ അവരുടെ ബിസിനസ്? ബാങ്കാണ്. പട്നയിൽ ബ്രാഞ്ച് ഉണ്ടോ അവർക്ക്? ഞാൻ ചിരിച്ചു. ഇല്ലില്ല, ഇതൊരു അന്താരാഷ്ട്ര ബാങ്കാണ്. ജോലി ഡൽഹിയിലാണ്. ഓ, അമ്മയുടെ ശബ്ദം ഒന്ന് തളർന്നതുപോലെ തോന്നി. അപ്പോൾ നിനക്ക് അവിടെ താമസിക്കേണ്ടി വരും. ഞാൻ ജോലി വേണ്ട എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അമ്മയുടെ സ്വരത്തിൽ അത്ഭുതം നിറഞ്ഞു. എനിക്ക് ആ ജോലി വേണ്ട അമ്മേ. എൻ്റെ മനസ്സിപ്പോൾ ഡൽഹിയിലല്ല. പിന്നെ എവിടെയാ മോനെ നിന്റെ മനസ്സ്? അമ്മ ചിരിച്ചു. ലണ്ടനിൽ. തലയ്ക്കകത്തു നിന്നും ഒരു ശബ്ദം പറഞ്ഞു. ഡുംറാവിൽ. ഞാൻ നാട്ടിലേക്ക് വരികയാണ്. നീ ഡുംറാവിലേക്ക് തന്നെ വരുമോ? സെന്റ് സ്റ്റീഫൻസിലൊക്കെ പഠിച്ചിട്ടോ? അമ്മയുടെ ശബ്ദത്തിൽ പ്രസന്നത നിറഞ്ഞു. വരും, അതല്ലേ എൻ്റെ സ്വന്തം നാട്. പിന്നല്ലാതെ. എല്ലാവരും എപ്പോഴും ചോദിക്കും, എവിടെ നമ്മുടെ രാജകുമാരൻ? അമ്മേ, ഒന്ന് നിർത്ത്. അവിടെ വന്നാൽ ഇനി ആ പൊട്ടത്തരമൊന്നും തുടങ്ങാതിരുന്നാൽ മതി. അതെന്താ മോനെ? ആളുകൾക്ക് ഇത് സ്നേഹം കാണിക്കാനുള്ള ഒരു വഴി, അത്രയുള്ളൂ. നമുക്കിപ്പോൾ അധികാരമൊന്നുമില്ല എന്ന് നമുക്കുമറിയാം, അവർക്കുമറിയാം. എന്നാലും സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്താൻ ആവുന്നതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അവരുടെ ഈ സ്നേഹം തട്ടിക്കളയരുത്. എന്തായാലും 3 ആഴ്ചയ്ക്കുള്ളിൽ ഞാനെത്തും. അവിടെ എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും കണ്ടെത്തണം. നമ്മുടെ സ്കൂളിൻ്റെ നടത്തിപ്പിൽ സഹായിക്കാമല്ലോ. അമ്മ അത് നന്നായി നടത്തിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ. അതൊക്കെ എത്ര കാലത്തേക്കാ? അതുമല്ല, ഈ പ്രായത്തിൽ എനിക്ക് പരിഹാരം കാണാൻ പറ്റാത്ത പല പ്രശ്നങ്ങളുമുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണോ അതോ മേൽക്കൂരയുടെ ചോർച്ച മാറ്റുന്നതിലോ? ഒരു ഭാഗത്ത് അധ്യാപകർ, മറ്റേ ഭാഗത്ത് പണിക്കാർ, എല്ലാവരും കൂടി എന്നെ കടിച്ചു കീറുകയാ. ഞാൻ ചിരിച്ചുപോയി. ശരി, മേൽക്കൂരയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മ സ്കൂൾ കൊണ്ട് നടന്നോളൂ. സത്യമാണോ മോനെ? എൻ്റെ അമ്മേ, അതെ. അവർ എത്ര രൂപ ശമ്പളം തരാമെന്നാ പറഞ്ഞിരിക്കുന്നത് ആ ബാങ്കുകാർ? അത് വിടൂ അമ്മേ, അതിൽ ഇനി എന്താ കാര്യം? എന്നാലും കേൾക്കട്ടെ. 50,000 ഒരു വർഷത്തിലോ? അല്ല, ഒരു മാസം. അമ്മയുടെ ആശ്ചര്യം നിറഞ്ഞ ശ്വാസം എൻ്റെ കാതിൽ വന്ന് തട്ടുന്നതുപോലെ. ഈ കുഗ്രാമത്തിലെ സ്കൂളിൽ വന്ന് സഹായിക്കാൻ വേണ്ടി നീ ശരിക്കും ആ ജോലി വേണ്ടെന്ന് വെച്ചോ? അതെ അമ്മേ, ഞാൻ പറഞ്ഞല്ലോ. മഗധ് എക്സ്പ്രസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്. 3 ആഴ്ചയ്ക്കുള്ളിൽ കാണാം. നീ ഇങ്ങനെ ചെയ്യാൻ എന്താണ് കാരണം എന്നെനിക്കറിയാം. എൻ്റെ ഹൃദയം നിന്നു പോകുന്നത് പോലെ തോന്നി. എന്ത് കാരണം? നിന്റെ രാജരക്തം തന്നെ. നീ മറ്റുള്ളവരെ പോലെയല്ല, രാജസ്ഥാനത്തെത്തേണ്ട ആളാണ്. എന്നാൽ ഇപ്പോൾ രാജകുമാരന് നിർത്താറായി. ഫോൺ കാർഡിലെ ബാലൻസ് തീർന്നു. അമ്മ ഉറക്കെ ചിരിക്കുന്നതിനിടയിൽ ഞാൻ ഫോൺ നിർത്തി. ഇത്രയും ശമ്പളമുള്ള ഒരു ജോലി വെറുതെ കളഞ്ഞു എന്നറിഞ്ഞാൽ ഇന്ത്യയിലെ മിക്ക അമ്മമാരും മക്കളെ തല്ലും. എന്നാൽ എൻ്റെ അമ്മ അങ്ങനെയല്ല. പണത്തേക്കാൾ വിലയുള്ള കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്ന് അമ്മയ്ക്കറിയാം. ആഡംബരം നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോന്ന ആളാണ് അമ്മ. പലിശക്കാരുടെ കടം വീട്ടാൻ വേണ്ടി സ്വന്തം ആഭരണങ്ങൾ വിൽക്കേണ്ടി വന്നതും
അമ്മ കണ്ടിട്ടുണ്ട്. അതിലൊന്നും കാര്യമില്ല. ഡുംറാവിലെ റാണി സാഹിബിയായ എൻ്റെ അമ്മയ്ക്ക് കാര്യം മറ്റുള്ളവരുടെ ആദരവായിരുന്നു. ഒരു പരിധി കഴിഞ്ഞാൽ ആദരവ് നേടിയെടുക്കാൻ ആളുകൾക്ക് പണം ആവശ്യമായി വരും. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അമ്മ പറയാറുണ്ട്, പക്ഷെ പണം കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്നത് അല്ല ആദരവ്, അത് നേടിയെടുത്തേ പറ്റൂ. അന്തസ്സോടെ ജീവിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ആദരവ് നേടിയെടുക്കാൻ പറ്റുക എന്നാണ് അമ്മ എപ്പോഴും പറയാറ്. ആ പറഞ്ഞത് ശരിയായിരുന്നു. ഡുംറാവിലെ നാട്ടുകാർ അമ്മയെ കാര്യമായി സ്നേഹിച്ചു. റാണി സാഹിബ ആയതുകൊണ്ടല്ല, അവരുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ള റാണി ആയതുകൊണ്ടാണ്. കഴിഞ്ഞ 15 വർഷമായി ഡുംറാവിന്റെ പ്രാന്തപ്രദേശത്തുള്ള നന്ദൻ ഗ്രാമത്തിലെ ഡുംറാവ് റോയൽ സ്കൂളിന് വേണ്ടി അമ്മ സർവസ്വവും സമർപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് വീട്ടിലെത്താൻ ധൃതിയായി. ഡുംറാവിലെ പൊടി നിറഞ്ഞ ഇടവഴികൾ സെന്റ് സ്റ്റീഫൻസിലെ കൊളോണിയൽ പ്രൗഢിയുള്ള പുൽത്തകിടിയേക്കാൾ ആകർഷകമാണെന്ന് തോന്നി. വേഗം വീട്ടിലെത്തണം. ഇനിയും കാത്തു നിൽക്കാൻ വയ്യ.